അടിപൊളിയായിട്ടിരിക്കുന്നു. നമ്മളിത് ബയോളജിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ആനുവൽ എക്സാമിന് നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നതും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതുമായിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, പ്രത്യുൽപാദന ആരോഗ്യവും അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററുമാണ്, വർഗീകരണം. അപ്പോൾ ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, പ്രത്യുൽപാദന ആരോഗ്യം ഈ രണ്ട് ചാപ്റ്റർ നല്ല കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിവിഷൻ നടത്തി കഴിഞ്ഞതേ ഉള്ളൂ. എന്നാലും ഈ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കോൺസെപ്റ്റുകൾ നമ്മളിതാ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കാൻ പോവുകയാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ 4 മാർക്കിനും 3 മാർക്കിനും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ മക്കൾ കാണണം. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു 2 ദിവസം നമ്മൾ പഠിക്കുന്ന ടൈമിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള ഭാഗങ്ങൾ, ഇനി ഏതൊക്കെ ഭാഗമാണ് കൂടുതൽ വീഡിയോസ് വേണ്ടത്, കൂടുതൽ ചോദ്യങ്ങൾ വേണ്ടത്, ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭാഗങ്ങൾ, അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഭാഗങ്ങളുണ്ട്. അങ്ങനെ നിങ്ങളുടെ ഡൗട്ട്സ് ആൻഡ് കമൻസ് ഉണ്ടെങ്കിൽ എന്താണേലും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതിന് നിങ്ങൾക്ക് വേണ്ട തരത്തിലുള്ള വീഡിയോസ് നമ്മൾ തരുന്നതുമായിരിക്കും. സോ നമുക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, പ്രത്യുൽപാദന ആരോഗ്യത്തിലേക്ക് കിടക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ടുള്ള ഒന്നാണ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജ സംയോജനം. കാരണം 1 മാർക്കിനും അതുപോലെ തന്നെ 2 മാർക്കിനും അല്ലെങ്കിൽ 3 മാർക്സ് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസും എവിടെ നിന്ന് വരുന്നതാണ്, ഈ ഒരു ടെർമിനോളജിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ എന്താണ് ഫെർട്ടിലൈസേഷൻ എന്ന് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കണം. നമ്മുടെ ബോഡിയിൽ നിങ്ങൾക്കറിയാം സ്പേം അല്ലേ, നമ്മുടെ ബോഡിയിൽ പുരുഷന്മാരുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗമേറ്റ്സ് ആണ് ഇത് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പേം എന്ന് പറയുന്നത് നമ്മൾ പറയും പുംബീജം എന്ന് പറയും. അതേപോലെ തന്നെ ഫീമെയിൽ ബോഡിയിൽ സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും ഉണ്ടാകപ്പെടുന്നതാണ് എന്ത്, എഗ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഓവം എന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മൾ അതിനെ അണ്ഡം എന്നും പറയും. ഇവർ രണ്ടുപേരും തമ്മിൽ കൂടിച്ചേരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജ സംയോജനം എന്ന് പറയുന്നത്. ആൻഡ് ഇവർ രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്ത് ഉണ്ടാവുന്നത് എന്താണ്, അതിനെ നമ്മൾ പറയുന്നത് സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ഡം എന്നാണ്. സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ഡം എന്നാണ്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫെർട്ടിലൈസേഷൻ, ബീജ സംയോജനം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആൺകുട്ടികളിൽ നിന്ന് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നു, പെൺകുട്ടികളിൽ നിന്ന് എഗ് അല്ലെങ്കിൽ ഓവം അല്ലെങ്കിൽ അണ്ഡം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവർ രണ്ടുപേരും കൂടെ ഫ്യൂസ് ചെയ്യുമ്പോഴാണ് ഞങ്ങളും നിങ്ങളും നമ്മളും ഒക്കെ ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം അച്ഛൻ്റെയും അമ്മയുടെയും ഓരോ സെല്ല് കൂടി ചേരുമ്പോഴാണ് എന്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജ സംയോജനം എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്ക്, സെമൻ deposited by the penis into the vagina during sexual intercourse contain approximately 400 million sperms. ലൈംഗിക ബന്ധത്തിൽ യോനിയിൽ ലിംഗം നിക്ഷേപിക്കുന്ന ബീജത്തിൽ ഏകദേശം 400 ദശലക്ഷം ബീജങ്ങൾ അടങ്ങിയിരിക്കുന്നു. അപ്പം എന്തിനാ ഇത്രയധികം ലക്ഷങ്ങൾ ബീജങ്ങൾ? കാരണം ഇത് കുറേ സമയത്ത് ഈ 400 എണ്ണം അതേപോലെ തന്നെ ജീവനോടെ ഇരിക്കില്ല. ചിലപ്പം വജൈനയിൽ തന്നെ എത്തുമ്പോൾ ചിലത് നശിച്ചു പോകും, സെർവിക്സിൽ എത്തുമ്പോൾ നശിച്ചു പോകും, പിന്നെ ഫെലോപ്പിൻ ട്യൂബിൽ എത്തുമ്പോഴത്തേക്കും ആകെ ഏകദേശം ഒരു 100 എണ്ണമേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പം അത്രയും എന്താണ് പെട്ടെന്ന് നശിച്ചു പോകാനുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ നശിച്ചു പോകാം, അതിൽ നിന്നും വളരെയധികം സെലക്ട് ചെയ്യുന്നത് മാത്രമേ എഗ്ഗിൻ്റെ ഉള്ളിൽ കയറി ഒരെണ്ണം മാത്രമേ ഇതിൽ ഫ്യൂഷൻ നടക്കുന്നുള്ളൂ. ആൻഡ് from the vagina they move to uterus through cervix. Sperms move with the help of their tails at a speed of about 1.5 millimeter അല്ലേ, 1.5 മില്ലിമീറ്റർ പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ ഏകദേശം 1.5 മില്ലിമീറ്റർ വേഗത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സ്പേമുകൾ സഞ്ചരിക്കുന്നത്. അവരുടെ സ്പീഡാണ് ഇവിടെ പറയുന്നത്. ഓർത്തോ, വെജൈനയിൽ നിന്ന് യൂട്രസ് വഴിയാണ് ഇവർ ഫെലോപ്പിൻ ട്യൂബിലേക്ക് പോകുന്നത്. ഓൺലി 100 ഓഫ് ദീസ് സ്പേംസ് എൻറ്റർ ദി ഒവിഡക്സ് അല്ലേ. അപ്പം ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ബീജങ്ങളിൽ ഏകദേശം 100ഓളം എന്തുണ്ട്, ബീജങ്ങൾ മാത്രമേ എവിടെ എത്തുന്നുള്ളൂ, അവസാനം നമ്മുടെ ഫെലോപ്പിൻ ട്യൂബ് അല്ലെങ്കിൽ അണ്ഡവാഹി എത്തുന്നുള്ളൂ. ബാക്കി മില്യൻസ് എല്ലാം എന്ത് ചെയ്യാണ്, അവിടെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. Fertilization is more possible during the day from 10th to 17th അല്ലേ. ഇതും നിങ്ങൾ പഠിച്ചു വെക്കണം. നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിരുന്നു. മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്ന ഒരു 28 ഡേയ്സ് സൈക്കിളാണ്. ആ 28 ഡേയ്സിൽ ഡേ 1 എന്ന് പറയുന്നത് നമ്മുടെ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം, 1 എന്ന് പറയുന്നത് നമ്മുടെ പീരീഡ് അല്ലെങ്കിൽ ആർത്തവം ആരംഭിക്കുന്ന ദിവസമാണ്. ആ ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 10 മുതൽ 17 ദിവസം വരെ, അല്ലെങ്കിൽ 10 മുതൽ 17 ദിവസം വരെയുള്ളതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഫെർട്ടൈൽ ആയിട്ടുള്ള പീരീഡ്. അപ്പം ആർത്തവ ചക്രത്തിൽ 10 മുതൽ 17 വരെയുള്ള ദിവസങ്ങളിൽ ബീജസങ്കലനത്തിന് കൂടുതൽ സാധ്യമാണ്. ഈ ഡേറ്റും എന്താണ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി 4 മാർക്കിന് നിങ്ങളോട് ഇപ്രാവശ്യം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് ഈ ഓർഡറിൽ നടക്കുന്ന പ്രൊസീജിയറുകൾ എന്ന് സ്റ്റെപ്പ്
ഉറപ്പായിട്ട് പഠിക്കണം. കാരണം ഫീമെയിൽ ബോഡി പോലെയല്ല മെയിൽ ബോഡി. ഇപ്പം ആൺകുട്ടികളുടെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ഒരു അഡൾട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന അഡോളസെന്റ് പീരീഡിൽ എത്തുമ്പോൾ അവരുടെ ബോഡിയിൽ എന്താ സംഭവിക്കുന്നത്, ടെസ്റ്റോസ്റ്റിറോൺ എന്ന മെയിൽ ഹോർമോൺ കൂടുന്നു. അതുവഴി അവരുടെ സെമൻ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നു. അതെന്ത് ചെയ്യുന്നു, പീനസ് വഴി അല്ലെങ്കിൽ ലിംഗം വഴി പുറത്തോട്ട് ഉദ്ധരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇറക്റ്റ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇജാക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സെമൻ ഇജാക്കുലേഷൻ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്, അല്ലെങ്കിൽ ശുക്ല വിസർജനം എന്ന് പറയും. എന്നാൽ ഫീമെയിൽ ബോഡിയിലേക്ക് വരുന്ന സമയത്ത് ഈ 28 ഡേയ്സ് സൈക്കിളിൽ നമ്മൾ പറഞ്ഞ പീരീഡ് സൈക്കിൾ അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിളിൽ നടക്കുന്നത് എന്തൊക്കെയാ, അതിലൊന്നാമത്തെ സ്റ്റെപ്പാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഓവുലേഷൻ എന്ന് പറയുന്നത്. കാരണം ആദ്യം എന്താ സംഭവിക്കുന്നത്, ഓവും പ്രൊഡ്യൂസ് ചെയ്ത് അത് റിലീസ് ചെയ്യാണ്. ഓൾറെഡി ഉണ്ട്, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ എന്തുണ്ട്, എഗ്ഗുകളുണ്ട്. പക്ഷെ അത് മെച്ചുവറായി അത് റിലീസ് ചെയ്യാൻ തുടങ്ങുന്നത് നമ്മൾ അഡോളസെന്റ് പീരീഡിൽ കൗമാര കാലഘട്ടത്തിൽ എത്തുമ്പോഴാണ്. അപ്പൊ നോക്കിക്കോളൂ, ഓവം റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ഓവ്യുലേഷൻ എന്നാണ് പറയുന്നത്. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്, ഓവുലേഷൻ അല്ലെങ്കിൽ അണ്ടോത്സർജനം എന്ന് പറയും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബീജ സംയോഗമാണ്, ഫെർട്ടിലൈസേഷൻ. സ്പെർമും ഈ പറയുന്ന എഗ്ഗും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന സൈഗോട്ട് ഉണ്ടാവുന്നതാണ് ഫെർട്ടിലൈസേഷൻ. അത് കഴിഞ്ഞ് ഈ സെല്ല് ആദ്യം സൈഗോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് 2 ആവുന്നു, 2 4 ആവുന്നു, 4 8 ആവുന്നു, അങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. കണ്ടിന്യൂസ് ഡിവിഷൻ ഒക്കെ കഴിഞ്ഞ് ഒരു മോറുല സ്റ്റേജിലാകുമ്പോൾ ഈ മോറുല എന്ത് ചെയ്യും, ഇവിടേക്ക് അറ്റാച്ച് ചെയ്യും. കണ്ടോ, ബ്ലാസ്റ്റോസിസ്റ്റ് ആയി. ബ്ലാസ്റ്റോസിസ്റ്റ് എന്ത് ചെയ്യുന്നു, യൂട്രസിന്റെ വോൾ ആയിട്ടുള്ള എൻഡോമെട്രിയത്തിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതായിട്ട് കാണാം. ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്നതാണ് ഇംപ്ലാന്റേഷൻ. മൂന്നാമത്തെ സ്റ്റെപ്പ് ഇംപ്ലാന്റേഷൻ. എൻഡോമെട്രിയമാണ് നമ്മുടെ ഗർഭാശയ ഭിത്തിക്ക് നമ്മൾ പറയുന്നത്. അതിലേക്ക് നമ്മൾ ഈ പറയുന്ന ബ്ലാസ്റ്റോസിസ്റ്റ് അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്നതാണ് എന്താ, ഇംപ്ലാന്റേഷൻ എന്ന്. അപ്പൊ ഈ 3 പ്രൊസീജിയേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. സൈഗോട്ട് മോറുലയാവുന്നു, മോറുല ബ്ലാസ്റ്റോസിസ്റ്റ് ആവുന്നു, അത് കഴിഞ്ഞ് ഇംപ്ലാന്റേഷൻ നടന്നിട്ടാണ് ഭ്രൂണമാവുന്നത്. അതിൽ നിന്നാണ് ഫീറ്റസ്, ഗർഭസ്ഥ ശിശുവായിട്ട് മാറുന്നത്. അപ്പൊ ഈ സ്റ്റെപ്പും നിങ്ങളുടെ മനസ്സിൽ വേണം. ചിലപ്പോൾ സ്റ്റെപ്പ് തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ 1 മാർക്കിന് അല്ലെങ്കിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന രീതിയിലൊക്കെ ചോദിക്കുന്നതാണ്. എവിടെ വെച്ചിട്ട് ഫെർട്ടിലൈസേഷൻ, ബീജസംയോജനം നടക്കുന്നു, എവിടെ വെച്ചിട്ടാണ്, ഫെലോപ്പിയൻ ട്യൂബ്, അണ്ടവാഹിനി കുഴലിലാണ് എന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ഈ കുഞ്ഞുണ്ടാകുന്ന ഒരു കാലഘട്ടമുണ്ട് അല്ലെ, അതുപോലെ തന്നെ നമ്മുടെ ഗർഭാശയ ഭിത്തിയിലാണ് കുഞ്ഞുണ്ടാവുന്നത് അല്ലെങ്കിൽ ഗർഭാശയത്തിലാണ് കുഞ്ഞുണ്ടാവുന്നത്. അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, അടുത്ത 3 മാർക്സ് അല്ലെങ്കിൽ 4 മാർക്സിന് വരുന്ന നിങ്ങളൊരു ഓർ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് തരാം. ഇതിന്റെ കൂടെ തന്നെ ഒരു ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒന്നാണ് ഒരു ട്രൈമസ്റ്ററിൽ വരുന്ന ഡെവലപ്മെന്റ്. ഓർത്ത് വെച്ചോളാം, നമ്മുടെ ഈ പറയുന്ന ഡയഗ്രത്തിൽ ഓരോ ഭാഗം ഇതാണ് എ എന്ന് കൺസിഡർ ചെയ്താൽ അതിനെ നമ്മൾ പറയുന്ന അംബ്ലിക്കൽ കൊടി, പൊക്കിൾ കൊടി എന്നാണ്. ആൻഡ് ഇവിടെ നിങ്ങൾ കാണുന്ന ബി എന്ന് പറയുന്നതാണ് നമ്മുടെ പ്ലാസന്റ എന്ന് പറയുന്നത്. ആൻഡ് ഈ പ്ലാസന്റ ആണ് എന്ത് ചെയ്യുന്നത്, ഒരു ടെമ്പററി സ്ട്രക്ചർ ആണിത്. ബ്ലാസ്റ്റോസിസ്റ്റ് വഴി ഇത് അഡിയർ ചെയ്ത് നിൽക്കുന്നത്. ഈ പ്ലാസന്റ വഴിയാണ് കുഞ്ഞിന് വേണ്ട പോഷകങ്ങളൊക്കെ കൊടുക്കുന്നത്. അത് കൊടുക്കുന്ന വഴിയാണ് അംബ്ലിക്കൽ കോഡ്. സോ ഫോംഡ് ഫ്രം പ്ലാസന്റ, ഓക്സിജൻ, ന്യൂട്രിയൻ റീച്ച് ദ ബോഡി ഓഫ് ഫീറ്റസ്, വേസ്റ്റ് ആർ റിമൂവ് ത്രൂ ദ ഫുഡ്. അപ്പൊ ഭക്ഷണം എല്ലാം എത്തിക്കുന്നത്, പോഷകങ്ങൾ എത്തിക്കുന്നത്, അവിടെ ഉണ്ടാകുന്ന വേസ്റ്റിനെ പുറത്തോട്ട് കളയുന്നത്, ഇതൊക്കെ ആരുടെ ഫംഗ്ഷൻ ആണ്, പൊക്കിൾ കൊടി അല്ലെങ്കിൽ അംബ്ലിക്കൽ കോഡിന്റെ ഫംഗ്ഷൻ ആണ്. പിന്നെ 2 എണ്ണം ഉള്ളത് ഏതൊക്കെയാ, അമ്നിയോണും ഉണ്ട്, അമ്നിയോട്ടിക് ദ്രവവും. ഈ കാണുന്നത് സി, ഈ കാണുന്നത് ഡി. മാറിപ്പോരുത്, മെംബ്രെയിൻ ആണ് അമ്നിയോൺ എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് ആണ് അമ്നിയോട്ടിക് ദ്രവം. അമ്നിയോട്ടിക് മെംബ്രെയിൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, പ്രാരംഭഘട്ടത്തിൽ നമ്മുടെ എംബ്രിയോണിക് സെൽസ് വെച്ച് ഉണ്ടാവുന്നതാണ്. ഈ ഫ്ലൂയിഡിന്റെ ഉള്ളിൽ കുഞ്ഞ് അവിടെ കിടക്കുമ്പോൾ അവിടെ ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം തടയാനും പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ ഷോക്ക് പ്രിവെന്റ് ചെയ്യാനും ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുമായിട്ടാണ് നമ്മുടെ അമ്നിയോട്ടിക് ദ്രവം ഉള്ളത്. അപ്പൊ ഈ ഡയഗ്രാം എന്തായാലും പഠിച്ചു വെക്കണം. ഡസ് ദ ഫീറ്റസ് യൂറിനേറ്റ്, ഡിഫിക്കേറ്റ്? യെസ് അല്ലെ, യൂറിനേറ്റ് ചെയ്യുന്നുണ്ട്, ഡിഫിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അംബ്ലിക്കൽ കോഡ് വഴി ഇത് പുറത്തോട്ട് കളയുന്നുമുണ്ട്. അടുത്ത 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിന്റെ ചോദ്യമാണ് ഇത്, ഡെവലപ്മെന്റ് ഓഫ് ഫീറ്റസ്. ഓരോ ട്രൈമസ്റ്ററിലും നടക്കുന്ന സംഭവം, അതായത് ആദ്യം കുഞ്ഞുണ്ടാവുന്ന ആദ്യത്തെ 3 മാസം അല്ലെങ്കിൽ 12 ആഴ്ചയിൽ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ട് കൈ കാലുകളൊക്കെ വളരാൻ തുടങ്ങും. അത് മാത്രമല്ല സെക്സ് ഓർഗൻസ്, ലിംഗ അവയവങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതും ഈ ഒരു സമയത്താണ്. 4 മുതൽ 6 മാസം, സെക്കൻഡ് ട്രൈമസ്റ്റർ അല്ലെങ്കിൽ 2ാം ത്രൈമാസത്തിൽ എന്ത് സംഭവിക്കുന്നു, അവിടെയാണ് തലമുടിയും ശരീര രോമ വളർച്ചയും ഉണ്ടാകുന്നത്. കൺപോളകളും കൺപീലുകളൊക്കെ തുറക്കാൻ തുടങ്ങുന്നു. ആൻഡ് ഈ പറയുന്ന 3ാം ത്രൈമാസത്തിൽ 7 മുതൽ 9 മാസം വരെ ആകുമ്പോഴത്തേക്കും ശ്വാസകോശം പൂർണ്ണ, ലങ്സ് കംപ്ലീറ്റ് ഡെവലപ്പ് ചെയ്യുന്നു, വളർച്ചയെത്തുന്നു. അതുപോലെ തന്നെ ശരീര വലുപ്പം കുഞ്ഞിന്റെ കൂടുന്നു, ശരീരഭാരവും കൂടുന്നു, വെയിറ്റ് ഒക്കെ കൂടുന്ന ടൈമാണ് 3rd trimester എന്ന് പറയുന്നത്. So mother's body undergo many changes for healthy development of fetus. Changes are due to the action of hormones produced during the pregnancy. സ്ത്രീകളിലെ ഹോർമോൺ ആണ് നമ്മൾ പറയുന്ന
ഈസ്ട്രജനും പ്രൊജസ്റ്ററോൺ. ഇത് കൂടുതലായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് SSLCയിലാണ്. 10th ഇതിന്റെ കണ്ടിന്യൂഷൻ ഒക്കെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്തോളാം. ഈസ്ട്രജനും അതുപോലെ തന്നെ പ്രൊജസ്ട്രോണും. അപ്പൊ ഈസ്ട്രജനും പ്രൊജസ്ട്രോൺ ഈ 2 ഹോർമോണുകളും ഈ പറയുന്ന അമ്മയാവുന്ന ടൈമിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ആ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും എന്താണ്, ശരീരഭാരം വർദ്ധിക്കുന്നുണ്ട്, ഗർഭാശയഭിത്തിയുടെ കനം കൂടുന്നുണ്ട്, അതുപോലെ തന്നെ ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തത്തിന്റെ വ്യാപ്തം വർദ്ധിക്കുന്നു, പിന്നെ നമുക്ക് ഭയങ്കര ശ്വാസ തടസ്സം ഉണ്ടാവാം, സ്തനങ്ങൾ വലുതാവുന്നു, മുലക്കണ്ണുകൾ ഇരട്ടേക്കാം, സ്തനഗ്രന്ഥികൾ വികസിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഇമോഷണലി മെന്റലി ഒക്കെ കുറേ ചേഞ്ചസ് വരികയാണ്. അപ്പോൾ ഈ ടൈമിൽ ഒരു പ്രഗ്നന്റ് വുമൺ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തിയിരിക്കണം, ബ്ലഡ് ആൻഡ് യൂറിൻ ടെസ്റ്റ്, HCG ഹോർമോൺ ടെസ്റ്റുകളൊക്കെ നടത്തിയിരിക്കണം, അൾട്രാസൗണ്ട് സ്കാനിങ് നടത്തിയിരിക്കണം. കാരണം ഈ സ്കാൻ വഴിയാണ് നമുക്ക് കുട്ടിയുടെ ഡെവലപ്മെന്റ് മനസ്സിലാക്കുക. അതുകൂടാതെ തന്നെ ഗർഭിണികളാകുമ്പോൾ എടുക്കേണ്ട വാക്സിനുകളും എടുക്കണം. എന്തൊക്കെയാണ് ഒരു പ്രഗ്നന്റ് ലേഡി പ്രഗ്നന്റ് ആയി എന്നറിഞ്ഞാൽ ചെയ്യേണ്ട ടെസ്റ്റുകൾ എന്ന് ചോദിച്ചാൽ ഈ 4 എണ്ണം പഠിച്ചു വെച്ചോളാം. ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, ബ്ലഡ് യൂറിൻ ടെസ്റ്റ് ഉണ്ട്, അൾട്രാസൗണ്ട് സ്കാനിങ് ഉണ്ട്, അതുപോലെ തന്നെ വാക്സിനേഷൻസും ഉണ്ട്. ഇനി അത് കഴിഞ്ഞ് പാച്ചുറേഷൻ. നമ്മൾ പറയും പ്രസവം എന്ന് പറയുന്നത് അല്ലെ, അത്രയധികം ഒരു വലിയ പ്രോസസ്സ് തന്നെയാണ്. ഇറ്റ് ഈസ് എ നാച്ചുറൽ പ്രോസസ് മാർക്സ് ദ എൻഡ് ഓഫ് പ്രഗ്നൻസി. 2 രീതിയിലാണ് നമ്മൾ പ്രഗ്നൻസി പറയാറുള്ളത്. ഒന്ന് നോർമൽ ഡെലിവറി ആയിട്ടും പറയാറുണ്ട്, സാധാരണ വെജൈനയിലൂടെ കുഞ്ഞ് പുറത്തു പോകുന്നത്. അതിനെന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, C-സെക്ഷൻ എടുക്കും, അതായത് സിസേറിയൻ വഴി കുഞ്ഞിനെ പുറത്തെടുക്കാറുണ്ട്. Frequent pregnancy may affect the health of mother and children. Increase in population create diverse effects on the environment and utilization of resources. അപ്പം ജനനിരക്കിൽ ഇത് ആപ്ലിക്കേഷനിൽ വന്നതേ ഉള്ളൂ. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാ, എന്തൊക്കെയാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നതാണ്. നമുക്ക് ഇപ്പൊ പ്രസവ നിരോധന മാർഗങ്ങളുണ്ട്. അപ്പൊ പ്രഗ്നൻസിനെ എങ്ങനെ നമുക്ക് ഗർഭനിരോധന മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. ഒന്ന്, നമുക്ക് ഹോർമോൺ ഗുളികകൾ കഴിക്കാം, ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് കഴിക്കാം. അതുവഴി എന്ത് ചെയ്യും, കുഞ്ഞുങ്ങൾ ഈ പറയുന്ന അണ്ടോത്സർജനം ഓവുലേഷനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തേത് ഡയഫ്രം ആണ്. ഡയഫ്രം എന്ന് പറയുന്നത് പുംബീജങ്ങൾ ഗർഭാശയത്തിൽ എത്തുന്നത് തടയുന്നു അല്ലെ. സ്പേം എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പുംബീജങ്ങൾ ഗർഭാശയയിൽ എത്തുന്നത് എന്ത് ചെയ്യാണ്, തടയാണ് ചെയ്യുന്നത്. ആൻഡ് പിന്നെ പുംബീജ നാശിനികൾ സ്പേമിസൈഡ്സ് യൂസ് ചെയ്യാം. സ്പേമിസൈഡ്സ് യൂസ് ചെയ്താൽ വജൈനയിൽ എത്തുമ്പോൾ തന്നെ എന്ത് ചെയ്യും, സ്പേംസ് എല്ലാം കില്ലാകും. ആൻഡ് ഗർഭനിരോധന ഉറകൾ കോണ്ടംസ് യൂസ് ചെയ്താൽ എന്ത് ചെയ്യില്ല, സ്പേംസ് വജൈനയിലേക്ക് എത്തില്ല. അത് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു എന്താണ് ബാരിയർ മെത്തേഡായിട്ട് പറയാം. പിന്നെ ഉപയോഗിക്കുന്നതാണ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. അത് യൂട്രസിലേക്ക് കയറ്റി വെക്കും. അതുകൊണ്ട് തന്നെ ഇംപ്ലാന്റേഷനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പം ഓരോന്നിൻ്റെയും റോളുകൾ എന്താണെന്ന് പഠിച്ചു വെക്കണം. പിന്നെ വെസക്ടോമിയും ട്യൂബക്ടോമിയും. വാസ് ഡിഫറൻസ് മുറിഞ്ഞ് നോട്ട് ചെയ്ത് വെക്കുന്നത്, അത് ആണുങ്ങളിൽ ചെയ്യുന്നതാണ് വെസക്ടോമി. ട്യൂബക്ടോമി എന്ന് പറയുന്നത് എവിടെയാണ്, സ്ത്രീകളിൽ ഫെലോപ്പിയൻ ട്യൂബ് ടൈ നോട്ട് ചെയ്ത് വെക്കുന്നതാണ്. സോ ഇത് സർജിക്കൽ മെത്തേഡാണ്, ഒരു സർജറി വഴി ചെയ്യുന്നതാണ്. ഗർഭം കംപ്ലീറ്റ് ആയിട്ട് നിർത്തുന്ന ഒരു കേസാണ് ഈ പറയുന്നത്. അപ്പൊ ഇത് രണ്ടും നമുക്ക് മനസ്സിലാകാം. അപ്പം ഗർഭനിരോധന മാർഗങ്ങൾ മനസ്സിലാക്കി. എന്താണ് ഇൻഫെർട്ടിലിറ്റി എന്നും 1 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കാം. അതായത് കപ്പിൾ നാച്ചുറൽ ആയിട്ട് കൺസീവ് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് അതിന് പലതരത്തിലുള്ള എന്താണ് ടെക്നോളജീസ് ഉണ്ട്. ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ഉണ്ട്, ARTs ഉണ്ട്. അപ്പോൾ അതൊക്കെ വഴി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇൻഫെർട്ടിലിറ്റി തടയാനായിട്ട് കഴിയുന്നതാണ്. അടുത്തത് 4 മാർക്കിന്റെ ചോദ്യം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. HIV, ഗുണോകോക്കായി, ട്രിപ്പനോമ പാലിഡം എന്ന് പറയുന്നത്. അതായത് വൈറസ് രോഗങ്ങളുണ്ട്, ബാക്ടീരിയ രോഗങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള രോഗങ്ങൾ എന്താണ്, സെക്ഷലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രോഗങ്ങളാണ്. HIV വഴി എന്താണ്, വൈറസ് ആണ്. വൈറസ് രോഗങ്ങൾ എന്ന് പറയുമ്പോൾ എയ്ഡ്സ് ഉണ്ട്, ജനനേന്ദ്രിയ ഹെർപ്പസ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, അണുബാധ, ഹെപ്പറ്റൈറ്റിസ് B ഒക്കെ ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിട്ട് വരുന്നതാണ് ഇത് ക്ലമീഡിയാസിസ്, ഗോണോഡോകോക്കായി, സെഫലസ് എന്ന് പറയുന്നത്. ഈ ചിത്രം കണ്ടാൽ ഇത് HIV ആണ് എന്നും ഇത് ഗോണോകോക്കൈ ആണ് എന്നും ഇത് ട്രിപ്പനോമ പാലിഡം ആണെന്നും ചിത്രം തന്നിട്ടും ഐഡന്റിഫൈ ചെയ്യാൻ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഡയഗ്രാം മിസ്റ്റായിട്ട് തന്നെ പഠിക്കണം ഇത് ഏതൊക്കെയാണെന്നുള്ളത്. ഫംഗസ് രോഗം കാൻഡിഡിയാസിസ് ഉണ്ട്, അതുപോലെ തന്നെ പരാതം മൂലം പാരസൈറ്റ് ആയിട്ട് ട്രൈക്കോമോണിയാസിസ് വരുന്നതാണ്. സോ ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും കൂടെ ഓർത്ത് വെക്കുക. HIV വഴി എയ്ഡ്സ് എന്ന് പറയുന്ന അത്യാവശ്യം വളരെ ഡെഡ്ലി ആയിട്ട് വരുന്ന ഒരു ഡിസീസാണ്. HIV അണുബാധ എന്ന് പറയുമ്പോൾ എന്താണ്, ബ്ലഡിലൂടെ, ഫ്ലൂയിഡ്സിലൂടെ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൈമാറുന്നതിലൂടെ ഒക്കെ എന്ത് ചെയ്യും, ഈ രോഗം പകരാവുന്നതാണ്. അല്ലാതെ ഒരു കോണ്ടാക്റ്റിലൂടെ ഈ ഒരു രോഗം പകരില്ല കേട്ടോ. ദെൻ എവല്യൂഷൻ.
ഈ ഒരു ഭാഗം 2 പോയിന്റ്സ് നിങ്ങൾ ഇവിടെ ഓർത്ത് വെക്കണേ. അതായത് പണ്ട് കാലത്ത് നിന്ന് നമ്മൾ ഇപ്പോഴത്തെ മാമൽസിലേക്ക് വെർട്ടിബ്രേറ്റ്സിലൊക്കെ വരുന്ന സമയത്ത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ മാറി ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആവുന്നതും, അതുകൂടാതെ തന്നെ എന്താണ് എഗ് ലേയിങ് ആയിട്ടുള്ളത് മാറി എന്താണ് നമ്മളിപ്പോൾ പ്രസവിച്ചത് പാച്ചോറിഷൻ മുല കൂട്ടുന്ന അമ്മമാരായി മാറുന്നത്. അപ്പം ഈ ഒരു ചേഞ്ചസ് എവല്യൂഷണറി ചരിത്രത്തിൽ നമുക്ക് റീപ്രൊഡക്ഷനിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റീപ്രൊഡക്ഷൻ എവല്യൂഷണറി ആയിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചാൽ ഈ 2 എക്സാമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചോളാം. കാരണം എഗ് ലേയിങ് ഓർഗാനിസം ടു മാമൽസ് ഗിവ് ബർത്ത് ആൻഡ് ലാക്ടേറ്റ് ദെയർ യങ് വൺസ്. എഗ് ലേയിങ്ങിൽ നിന്നും മാമൽസിലേക്കുള്ള ഒരു മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആംഫിബിയൻസ് ഫിഷ് ഒക്കെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, റെപ്റ്റൈൽസ് ബേർഡ്സ് ഒക്കെ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ, ആ ഒരു ചേഞ്ചും ഈ ഒരു എവല്യൂഷണറി സിഗ്നിഫൈസ് ചെയ്യുന്ന ഒരു ഭാഗങ്ങളാണ്. അത് എക്സാമ്പിൾസ് വെച്ച് പഠിക്കുക. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇതൊരിക്കലും വിട്ടു പോകാൻ പാടില്ല. ഈ ഭാഗങ്ങൾ നന്നായിട്ട് തെരുവായിട്ട് പഠിക്കുക. കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ മാരത്തോൺ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ എല്ലാവരും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, 10-ാം തീയതിയും 11-ാം തീയതിയുള്ള ലൈവ് മസ്റ്റ് ആയിട്ട് കാണണം. സോ ഓൾ ദി ബെസ്റ്റ്.